Alhamdulillah. Nahmadullaha wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമകാരുണികനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിസ്ഥിതിയാണ് നമ്മുടെ ചർച്ച. ഈ കഴിഞ്ഞ ആഴ്ച ഒരു നാടിൻ്റെ ഭരണാധികാരിയും സഹപ്രവർത്തകരും വളരെ വിചിത്രമായ ഒരു മന്ത്രിസഭായോഗം ചേർന്നത് നമ്മൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു. മാലദ്വീപിൻ്റെ രാഷ്ട്രത്തലവനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും സമുദ്രത്തിനടിയിലാണ് മന്ത്രിസഭായോഗം ചേർന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് അരമണിക്കൂറോളം വെള്ളത്തിൽ കിടന്നുകൊണ്ട് അവർ യോഗം ചേരുകയും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഐക്യരാഷ്ട്ര സംഘടനക്ക് നൽകുകയും ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് മാലി, നമുക്കറിയാം. അവർ ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചത് ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ആഗോള താപനം അതങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സമുദ്രനിരപ്പ് ജലനിരപ്പ് ഉയരുകയും ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യുന്ന ഒരു മഹാദുരന്തം സംഭവിക്കാൻ പോകുന്നു.
അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഇരയായിരിക്കും ഈ രാജ്യമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇനിയെങ്കിലും വളരെ കരുതലോടുകൂടി ചില തീരുമാനങ്ങൾ ലോകം എടുക്കണം എന്ന് ലോകത്തെക്കൊണ്ട് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ വിചിത്രമായ ഒരു യോഗം ചേർന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തത്തിന്റെ അടിയിലുള്ളത് എന്ന് ചോദിച്ചാൽ, ആഗോളവൽക്കരണമെന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള മുതലാളിത്തത്തിന്റെ അടിസ്ഥാനമായ ആർത്തി തന്നെയാണ് ഇതിലേക്കൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശീലിച്ചു പോകുന്ന ശീലങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്താൻ അതിസമ്പന്നമായ വികസിതമായ രാജ്യങ്ങൾ ഒരുക്കമല്ല എന്ന് മാത്രമല്ല, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളല്ലാതെ ദരിദ്ര രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാടുകളും ഇത്തരം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അത് രാജ്യങ്ങളുടെ തലത്തിൽ മാത്രമല്ല, വ്യക്തികളുടെ തലത്തിലും അങ്ങനെ തന്നെയാണ്. മുതലാളിയെ എതിർക്കുമ്പോഴും എനിക്ക് മുതലാളിയാകാൻ കഴിയുന്നില്ലല്ലോ എന്നതുകൊണ്ടുള്ള എതിർപ്പാണ് പലപ്പോഴും ആളുകൾക്ക്. അതുകൊണ്ട് വികസിത രാജ്യങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ വികസ്വര രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും മാറാൻ സന്നദ്ധമല്ല. എല്ലാവരും ആർത്തിയുടെ പിന്നാലെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോപ്പൻഹേഗനിൽ നടക്കാനിരിക്കുന്ന അടുത്ത യോഗത്തിലെങ്കിലും സുചിന്തിതമായ മനുഷ്യരാശിയെ രക്ഷിക്കുന്ന, ഭൂമിയുടെ പരിസ്ഥിതിക്ക് സഹായകരമായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് മാലദ്വീപിലെ പ്രസിഡന്റും മന്ത്രിസഭാംഗങ്ങളും ലോകത്തിന് നൽകിയ സന്ദേശം. വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, കാലഹരണപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കറങ്ങിത്തിരിയേണ്ട ഒരു സമാജമല്ല മുസ്ലിം ഉമ്മത്ത്. മറ്റുള്ള മനുഷ്യരെ ബാധിക്കുന്ന, ലോകത്തെ ബാധിക്കുന്ന, കാലത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ നേർക്ക് തിരിയുകയും അതിൽ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് തങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി നടക്കേണ്ട സമൂഹമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആഗോളവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ആഗോള മുതലാളിത്തത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആർത്തിയാണ്. ഇപ്പോൾ ബറാക് ഒബാമയൊക്കെ അവരുടെ നാട്ടിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ആർത്തിയിൽ നിന്ന് മോചനം വേണം എന്നൊക്കെ. വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർത്തിയിൽ നിന്ന് മുക്തമായ ഒരു മുതലാളിത്തം എന്നത് വല്ലാത്ത വൈരുദ്ധ്യമുള്ള വിചിത്രമായ ഒരാശയമാണ്. കാരണം മുതലാളിത്തം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആർത്തിയാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരന്റെ ഒരു കഥയുണ്ട്. ചേർ മൊയ്തീൻ എന്നാണ് ആ കഥയുടെ തലക്കെട്ട്. തീരെ കുളിക്കാത്തൊരു മനുഷ്യൻ, അയാൾ അങ്ങനെ അഴുക്കടിഞ്ഞുകൂടി മാലിന്യത്തിന്റെ ഒരു കൂമ്പാരമായി നടക്കുന്ന ഈ മനുഷ്യനെ ചില സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് കുളിപ്പിക്കാൻ തീരുമാനിക്കുന്ന രസകരമായ ഒരു ഇതിവൃത്തമാണ് കഥയിൽ. അങ്ങനെയാണ് അയാളെ ചേർ മൊയ്തീൻ എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് സംഘടിതമായി ഇദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ശരിയാക്കി ഒരു ബാത്റൂമിൽ കയറ്റിവിടുന്ന രംഗമുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ പുറത്തു നിന്ന ആളുകൾ നീ വല്ല ദുരന്തവും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി തുറന്നു നോക്കുമ്പോ അവിടെ മൊയ്തീൻ ഇല്ല എന്നാണ് കഥ. എന്ന് പറഞ്ഞാൽ ചേറിന് കയ്യും കാലും വെച്ചതാണ് മൊയ്തീൻ, അതങ്ങനെ വെള്ളം വന്നപ്പോൾ ഇല്ലാണ്ടായി എന്നാണ് കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ഞാനിത് ഓർക്കാൻ കാരണം, ആർത്തിയില്ലാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരാശയമാണ്. ആർത്തി കഴിച്ചാൽ പിന്നെ മുതലാളിത്തമില്ല. ഇങ്ങനെ മനുഷ്യന്റെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, അന്യായമായി, അവിഹിതമായി, അധാർമികമായി സുഖവും പണവും സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഭവിക്കുന്നതാണ് ഈ പാരിസ്ഥിതിക ദുരന്തങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ കൈമാറിയ സന്ദേശം, നിങ്ങൾക്കാണ് ഭൂമി, നിങ്ങൾക്കാണ് ഈ സൗകര്യങ്ങളൊക്കെ, പക്ഷേ ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ ഉപയോഗിക്കാം.
അതിനപ്പുറത്തേക്കൊരു തുള്ളി പോലും സഅദ് ഇബ്നു അബീ വഖാസിനെ അംഗശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. ഉദുവെടുക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം അനാവശ്യമായിട്ട് നീ ഉപയോഗിക്കരുത് എന്ന സന്ദേശമാണ് പ്രവാചകൻ നൽകുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖിലാഫത്ത്, അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന ഒരു മഹത്തായ സ്ഥാനം അത് സ്വീകരിച്ചുകൊണ്ട് ആ ഖിലാഫത്തിന്റെ സംസ്കാരത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ആധുനിക സമൂഹത്തിന് ഈ ദുരന്തങ്ങളിൽ നിന്ന് വിമോചനം നേടുക സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രകൃതിയിലേക്ക് നോക്കുക എന്നാണ് വേദങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കണം, പ്രകൃതിയെ ആസ്വദിക്കണം. പ്രകൃതിയുടെ ചിത്രങ്ങൾ വിശുദ്ധ വേദങ്ങളിൽ നിരന്തരമായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രയോ ചിത്രങ്ങൾ, ചിത്രീകരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ വായിക്കുന്നു. പ്രകൃതി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് മാത്രമല്ല ഖുർആൻ പറയുന്നത്, അതിന്റെ പ്രയോജനത്തോടൊപ്പം ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടി ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ആ സൗന്ദര്യം വിശ്വാസിക്ക് ആസ്വദിക്കാൻ കഴിയണം. പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് സൗന്ദര്യബോധം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന് അന്യമായ ഒരു വിഷയമല്ല. സൗന്ദര്യബോധമുണ്ടാകണം മനുഷ്യന്. ആ സൗന്ദര്യബോധത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹു സുന്ദരനാണ് എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഒരാൾ തന്റെ വസ്ത്രവും തന്റെ ചെരുപ്പുമൊക്കെ നല്ലതായിരിക്കണം എന്ന് വിചാരിക്കുന്നു, അത് അഹന്തയിൽപ്പെടുമോ, കിബ്റാകുമോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തരമായി പറഞ്ഞു, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യം, ഭംഗി ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ നൽകിയ മറുപടി. സൗന്ദര്യബോധമുണ്ടാകണം വിശ്വാസിക്ക്. അള്ളാഹുവിന്റെ ഈ പ്രകൃതിയിലെ ദൃശ്യങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കണം. എത്ര മനോഹരമായിട്ടാണ് റബ്ബ് സംവിധാനിച്ചത്, സംവിധാനിച്ചതിനെ കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു പ്രതിപാദിച്ചത്. നിങ്ങൾ നിരന്തരം പ്രകൃതിയിലേക്ക് നോക്കൂ എന്ന് ഖുർആൻ പറയുന്നു. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള് വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹജത്തിൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംൽ. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള്, അല്ല ഈ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാരാണ്? വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ചു തരുന്നത്, നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നവൻ ആരാണ്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹജത്തിൻ, മാനത്ത് നിന്ന് മഴ വർഷിക്കുക മാത്രമല്ല, അത് ഭൂമിയുടെ ഗർഭത്തിലേക്കിറങ്ങി അവിടെ നിന്ന് സസ്യലതാദികൾ മുളച്ചുപൊന്തി ഹദായിഖ ദാത ബഹജ, സുന്ദരമായ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാരാണ് എന്ന് ഖുർആൻ ചോദിക്കുന്നു. സുന്ദരമായ തോട്ടങ്ങൾ, ഹദായിഖ ദാത ബഹജ, നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന, നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഈ തോട്ടങ്ങൾ സംവിധാനിച്ചതാരാണ്? മാ കാന ലക്കും അൻ തുംബിതു ശജറഹ, അല്ല ഈ തോട്ടങ്ങളിൽ നിങ്ങൾ വിചാരിച്ചാൽ ഈ മരങ്ങളൊക്കെ അത്ഭുതകരമാണല്ലോ, വൃക്ഷങ്ങളുടെ ലോകം, സസ്യങ്ങളുടെ ലോകം, ഈ വൈവിധ്യപൂർണമായ സസ്യങ്ങളുടെ ലോകം, ഇത് നിങ്ങളാണോ? നിങ്ങൾക്ക് മുളപ്പിക്കാൻ കഴിയുമോ? അഇലാഹും മഅല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുകളുണ്ടോ? ബൽഹും ഖൗമൻ യഅ്ദിലൂൻ, പക്ഷേ വഴിതെറ്റിയ ജനതയാണ്, കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് ചിത്രീകരണങ്ങൾ ഖുർആനിൽ കാണാം. പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു പിടി സൂക്തങ്ങൾ. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. സൂറത്തുൽ അഅല നമുക്കൊക്കെ അറിയാം. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അല്ല ഒട്ടകങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒട്ടകങ്ങളുടെ ജീവനം, അതിജീവനം നിങ്ങൾ കാണുന്നുണ്ടോ? ഒട്ടകത്തിലേക്ക് നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ അല്ലാഹു പടച്ചിട്ടുള്ളത്? വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് നോക്കൂ, എങ്ങനെയാണ് ഈ ആകാശ ലോകത്തെ അവൻ ഉയർത്തിവെച്ചിരിക്കുന്നത്? വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ, ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് അവൻ നാട്ടി നിർത്തിയിട്ടുള്ളത്? വഇലൽ അർളി കൈഫ സുതിഹത്, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പ്രത്യേകതകൾ നോക്കൂ, എങ്ങനെയാണ് ഇങ്ങനെ ഗ്ലോബാകൃതിയിലുള്ള ഈ ഭൂമിയെ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അധിവാസയോഗ്യമായ രീതിയിൽ പരത്തി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് ഖുർആൻ ചോദിക്കുന്നു. സൂറത്തുൽ ഇൻശിഖാഖ്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്
വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദാ തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ്. അതിമനോഹരമായ ശൈലിയിൽ രക്ഷിതാവായ തമ്പുരാൻ പറയുന്നു, ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അല്ല സത്യം ചെയ്യുന്നു ശഫഖ് കൊണ്ട്. ശഫഖ് എന്ന് പറഞ്ഞാൽ സന്ധ്യാനേരത്തെ ആകാശമാണ്. ആ ആകാശത്തിന്റെ സൗന്ദര്യമാണ്. അന്തിച്ചോപ്പെന്ന് പറയാം. ആ അസ്തമയ ശോഭ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാഹു. അസ്തമയ ശോഭയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര മനോഹരമാണ് ആ ദൃശ്യം. അപ്പൊ സൺസെറ്റ് കാണുക എന്നൊക്കെ പറയുന്നത് നമുക്കന്യമായ ഒരു കാര്യമല്ല. ഇതൊക്കെ മറ്റുള്ളവരുടെ കൾച്ചറാണെന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണല്ലോ, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ ശോഭയുടെ ആ മഹത്തായ സൗന്ദര്യത്തെക്കുറിച്ച്. വല്ലൈലി വമാ വസഖ്, രാവാണ് സാക്ഷി, ആ രാവ് ഉൾക്കൊള്ളുന്നതുമാണ് സാക്ഷി. വൽ ഖമരി ഇദാ തസഖ്, ചന്ദ്രൻ സത്യം, അത് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ. ലതർകബുന്ന തബഖൻ അൻ തബഖ്, മനുഷ്യൻ പടിപടിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയുടെ വൈവിധ്യപൂർണമായ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തക്വീർ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങളുണ്ടല്ലോ ആകാശലോകത്ത്, നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങൾ സാക്ഷി. നക്ഷത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അൽ ജവാരി അൽ കുന്നസ്, അത് മുന്നോട്ട് പോകുന്നു, പിന്നെ അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ സഞ്ചരിക്കുകയും മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഈ ആകാശലോകത്തെ നക്ഷത്രങ്ങൾ ദീപാലങ്കൃതമാക്കിയില്ലേ ആ നക്ഷത്രങ്ങളെ കൊണ്ടല്ലാഹു, അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വല്ലൈലി ഇദാ അസ്അസ്, വിട പറയുന്ന രാവുണ്ടല്ലോ, വല്ലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയുടെ സൗന്ദര്യവും രാത്രിയുടെ ഭീകരതയും. രാത്രി അല്ലാഹുവിന്റെ ഒരു ആയത്താണല്ലോ, ദൃഷ്ടാന്തമാണല്ലോ. വല്ലൈലി ഇദാ അസ്അസ്, വിട പറയുന്ന രാവാണ് സാക്ഷി. വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം സാക്ഷി. ഇദാ തനഫസ്, അത് നിശ്വസിക്കുമ്പോൾ എന്ന് ഖുർആൻ പറയും. നിശ്വസിക്കുന്ന പ്രഭാതം സാക്ഷി, വിടരുന്ന പ്രഭാതം സാക്ഷി. രാവിൽ നിന്ന് ഇരുട്ടിന്റെ ഈ വസ്ത്രമങ്ങനെ ഊരിമാറ്റി വെളിച്ചത്തിലേക്ക് വന്ന് വിടർന്നുകൊണ്ടിരിക്കുന്ന, വിടരുന്ന ഈ പ്രഭാതത്തിന്റെ സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രഭാതത്തിന്റെ നാഥൻ, പ്രഭാതത്തിന്റെ ചിത്രങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറയുന്നു. അപ്പോൾ പ്രഭാതത്തിന്റെ ഉന്മേഷത്തിന്റെയും ഏറ്റവും വലിയ ചലനത്തിന്റെയും ആ മഹത്തായ സന്ദർഭത്തെ നീ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇങ്ങനെ പ്രകൃതിയുടെ ചിത്രങ്ങൾ, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു വിശുദ്ധ ഖുർആൻ. പരിസ്ഥിതിയുമായിട്ട്, പ്രകൃതിയുമായിട്ട് എന്തുമാത്രം താതാത്മ്യപ്പെടണം ഒരു വിശ്വാസിയുടെ ഹൃദയം, വിശുദ്ധ ഖുർആൻ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അല്ല, പരിശുദ്ധ വചനത്തിന്റെ ഉദാഹരണം തന്നെ ഖുർആൻ പറഞ്ഞത് ഒരു മരത്തെ കൊണ്ടാണല്ലോ, ഒരു വൃക്ഷമാണതിന്റെ ഉദാഹരണമായിട്ട് ഖുർആൻ പറഞ്ഞത്. സൂറത്ത് ഇബ്രാഹിം നമുക്കറിയാം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്നു പരിശുദ്ധ വചനത്തെ ഒരു മരത്തോട്. കശജറത്തിൻ ത്വയ്യിബ, വിശുദ്ധമായ ഒരു മരം പോലെ. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. വഫറുഹാ ഫിസ്സമാഇ, അതിന്റെ ചില്ലകൾ ആകാശലോകത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ, എല്ലാ കാലഘട്ടങ്ങളിലും തന്റെ നാഥന്റെ അനുവാദത്തോടുകൂടി എല്ലാ കാലത്തും അത് പഴങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മരം, ഒരു തണൽ മരം, ഒരു ഫലം നൽകുന്ന ഒരു മരം, ഒരു വൻമരം ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ വചനത്തിന്റെ ഉപമയെന്ന് വിശുദ്ധ ഖുർആൻ ഒരു മരത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ചു വെക്കുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ മനസ്സിന് ഈ പ്രകൃതിയോടുള്ള ബന്ധത്തെ, വളരെ അവൻ ലയിച്ചു ചേരേണ്ട ഈ പ്രകൃതിയുടെ താളത്തെ നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ്.
കൗതുകകരമായ കാര്യമാണ് ഖുർആനിലെ അധ്യായനാമങ്ങൾ. നമുക്കറിയാമല്ലോ 114 അധ്യായങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം കൗതുകകരമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, ജന്തുലോകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന, സസ്യലോകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പേരുകളാണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആനിലെ ഏറ്റവും വലിയ, ഏറ്റവും ബൃഹത്തായ അധ്യായത്തിന്റെ നാമം പശു എന്നാണ് എന്ന് നമുക്കറിയാം. അൽ ബഖറ എന്നാണ്. മറ്റൊന്ന് അൽ അൻആം, കന്നുകാലികളാണ്. അൽ ഫീൽ, ആനയാണ്. അൽ ആദിയാത്ത്, കുതിച്ചു പായുന്ന കുതിരകളെന്നാണ് ഒരധ്യായത്തിന്റെ നാമം. അൻ നഹൽ, തേനീച്ചയാണ്. അൻ നംല്, ഉറുമ്പ് എന്നാണ് മറ്റൊരധ്യായത്തിന്റെ പേര്. അൽ അൻകബൂത്ത്, എട്ടുകാലി എന്നാണ് വേറൊരധ്യായത്തിന്റെ തലക്കെട്ട്. അത്തീൻ, അത്തിമരം മറ്റൊരു പേര്. അർ റഅദു, ഇടിനാദമാണ്. അൽ ദാരിയാത്ത്, കാറ്റുകൾ. അൻ നജ്മു, നക്ഷത്രം. അൽ ഫജ്ർ, പ്രഭാതം. അശ്ശംസു, സൂര്യൻ. അൽ ലൈലു, രാത്രി. അൽലുഹ, പകൽ അല്ലെങ്കിൽ പൂർവാഹ്നം. അത്തൂർ, മല. അൽ കഹ്ഫ്, ഗുഹ എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിലെ അധ്യായനാമങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ വൈവിധ്യപൂർണമായ ജന്തുലോകങ്ങളെക്കുറിച്ച്, സസ്യലോകങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ അത്ഭുതകരമായ വിസ്മയകരമായ പ്രതിഭാസങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, സജീവമായ ചിന്തകൾ ഉണർത്തിവിടുന്ന പേരുകൾ പോലുമാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യായനാമങ്ങളായി തമ്പുരാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പ്രകൃതിയിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അതിന്റെ വൈവിധ്യങ്ങളോടെ, അതിന്റെ സൗന്ദര്യത്തോടെ, അതിന്റെ എല്ലാ മനോഹാരിതകളോടും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രകൃതിയോട് സൗഹാർദ്ദപൂർണമായ ഒരു സമീപനമാണ് നിങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. കാരണം ഈ പ്രപഞ്ചം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ് വഅഹബ്ബു ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി എന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. അതിമനോഹരമായ ഒരു സങ്കല്പം. അൽ ഖൽഖു ഇയാലുല്ലാഹ്, അല്ലാഹുവിന്റെ ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ അവന്റെ കുടുംബമാണ്, ദൈവപരിവാരമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ കുടുംബമാണിതെല്ലാം. അതിൽ സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, മനുഷ്യരുണ്ട്, മറ്റെല്ലാ പ്രതിഭാസങ്ങളും ഉൾച്ചേർന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ഒരു മഹാവിശാലമായ കുടുംബം. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? വഅഹബ്ബു ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി. തന്റെ കുടുംബക്കാർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നവരാരോ, ഉപകരിക്കുന്നവരാരോ അവരാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഇങ്ങനെ ഹൃദയത്തിൽ ഈ പ്രകൃതിയെ ഉൾക്കൊള്ളുവാൻ കഴിയണം. ആ പ്രകൃതിയോട് സൗഹാർദ്ദപൂർണമായ ഒരു സമീപനം സ്വീകരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പ്രകൃതി കീഴടക്കാനുള്ളതാണ്, പ്രകൃതി ചൂഷണം ചെയ്യാനുള്ളതാണ് എന്ന ആശയം പടിഞ്ഞാറിന്റെ ആശയമാണ്, ഇസ്ലാമിന്റെ ആശയമല്ല. പ്രകൃതിയെ റബ്ബിന് കീഴ്പ്പെടുന്ന നിന്നെപ്പോലെ ഒരു സഹജീവിയായി കണ്ടുകൊണ്ട് വളരെ മാന്യമായി ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയണം. അതിന്റെ മാതൃകയായിരുന്നു പ്രവാചകന്റെ ജീവിതം. ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണല്ലോ പ്രവാചകൻ തന്നെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ എന്തിനാണ് നിയമിക്കപ്പെട്ടത്? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉദാത്തമായ സ്വഭാവവിശേഷങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയമിതനായത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാം പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതത്തിന്റെ മനോഹരമായ ചിത്രം. പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ഈ മേഖലകളിലൊക്കെ മാതൃകയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ മുസ്ലിം സമാജത്തിന് സാധിക്കണം. അബൂ ഉമൈറിന്റെ കിളിക്കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അബൂ ഉമൈർ അബൂ ത്വൽഹയുടെ മകനായിരുന്നു, ബാലനായിരുന്നു. ആ കുട്ടിക്കൊരു കിളിക്കുഞ്ഞുണ്ടായിരുന്നു. അതവന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ആ കിളിയോടൊപ്പം കളിച്ച്, അതിനെ ലാളിച്ച്, അതിന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ കളിച്ചു നടന്നിരുന്ന ആ കുട്ടി പ്രവാചകൻ പലപ്പോഴും അബൂ ത്വൽഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബൂ ഉമൈറിനെ വിളിക്കും. അവന്റെ കിളിയെയും കൂട്ടി അവർ മൂന്നുപേരും കൂടി സംസാരിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ചരിത്രത്തിൽ. അബൂ ഉമൈറെ, നിന്റെ കിളിക്ക് സുഖമാണോ എന്നാണ് പ്രവാചകൻ ആ കുഞ്ഞിനെ കാണുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നത്. അതിനെ നന്നായി നോക്കണം, അതിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന പ്രവാചകൻ ഒരു ദിവസം അബൂ ത്വൽഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞ് വളരെ മ്ലാനവദനായിട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കിളിക്കുഞ്ഞ് ചത്തുപോയി എന്ന് പറയുന്നു. പ്രവാചകൻ ആ ദുഃഖത്തിൽ കണ്ണു ചേർന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കിളിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു സഹാബി ഒരിക്കൽ റസൂലിന്റെ സദസ്സിൽ വന്നല്ലോ, ഒരു കമ്പളത്തിൽ പൊതിഞ്ഞ്. എന്നിട്ട് അദ്ദേഹം അത് തുറന്നു. സഹാബത്തിന്റെ മുമ്പിൽ കുറച്ച് കുഞ്ഞു കിളികളും ഒരു തള്ളപ്പക്ഷിയുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ തോട്ടത്തിന്റെ അരികിലൂടെ നടക്കുമ്പോൾ കിട്ടിയതാണ് ഈ കിളിക്കുഞ്ഞുങ്ങളെ. അങ്ങനെ ഞാനെടുത്ത് അതിനെ ഈ വസ്ത്രത്തിലാക്കിയപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അത് തുറന്നു കൊടുത്തു. അപ്പോൾ ആ തള്ളപ്പക്ഷി ഇതിലേക്ക് വന്നിരുന്നു. അതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹാബി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഈ കിളിക്കുഞ്ഞിന്റെ കൂടെ നിന്ന് എന്തുകൊണ്ടാണ് ഈ അമ്മക്കിളി പറന്നു പോകാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു? ഇതിനേക്കാൾ എത്രയോ വലിയ സ്നേഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ആ കിളിക്കുഞ്ഞുങ്ങളെ നീ സ്വതന്ത്രനാക്കും. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനാക്കുമ്പോഴും ഈ തള്ളക്കിളി പോകുന്നില്ല, വിട്ടുപോകാതിന് മനസ്സില്ല. പ്രവാചകൻ പറഞ്ഞു, എവിടെ നിന്നാണോ നീ ഇതിനെ എടുത്തത് അവിടെ കൊണ്ടുപോയി അതിന് സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടയക്കൂ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോടൊപ്പം യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരിടത്ത് വിശ്രമിക്കുന്നു. അങ്ങനെ അവർ വിശ്രമിക്കാനിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അകലേക്ക് ഒരു തീ കാണുമ്പോൾ അങ്ങോട്ട് നടക്കുന്നു. അവിടെ ഒരാൾ തീ കത്തിക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, ആരാണ് ഈ തീയിട്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. തണുപ്പ് വന്നിട്ട് അങ്ങനെ തീയിട്ടതാണ്. പ്രവാചകൻ പറഞ്ഞു, ഉടനെ തീ അടക്കണം. സഹാബത്തിന് കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത്, ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിന്റെ അടുത്ത് ഒരു ഉറുമ്പും കൂടുണ്ടായിരുന്നു. ആ ഉറുമ്പുകൾ ചത്തുപോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് റസൂലുള്ള ഉടനെ തീ കെടുത്താൻ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, ആ ഉറുമ്പ് കരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും പ്രവാചകൻ അത് തടയുകയും ചെയ്തത് നമ്മൾ വായിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഈന്തപ്പന തോട്ടത്തിനരികിലൂടെ പോകുമ്പോൾ വളരെ ദയനീയമായി ഒരൊട്ടകത്തിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. പ്രവാചകൻ നോക്കുമ്പോ ഒരൊട്ടകത്തെ ആ മരത്തിൽ അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. വളരെ ദയനീയമായി അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തോന്നും, ഇതൊക്കെ എന്റെ വിരാന്താണ് നമ്മുടെ കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഇത് മൃഗമല്ലേ, അത് പക്ഷിയല്ലേ എന്നൊക്കെ. റസൂലുള്ളാഹി അങ്ങോട്ട് ചെന്നു ആ ഒട്ടകത്തോട് സംവദിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് വിശന്ന് കരയുന്ന ഈ ഒട്ടകത്തിന്റെ ഉടമയെ വിളിക്കുന്നു. പ്രവാചകൻ ശാസിക്കുന്നു. അലാ തത്തഖില്ല എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അല്ല, ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ പടച്ചതമ്പുരാനോട് നീ തഖ്വ പാലിക്കുന്നില്ലേ മനുഷ്യ? നീ അതിന്റെ ഉപകാരമെടുക്കുകയും എന്നിട്ടതിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുവോ? അതിനെ ശരിയായി സംരക്ഷിക്കാത്തവന് അതിന്റെ പ്രയോജനം ആസ്വദിക്കാൻ അവകാശമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിൽ ഒരു കുട്ടിയെ ഹാജരാക്കി. എന്താ കുട്ടി ചെയ്ത തെറ്റ്? അവൻ മരത്തിൽ, ഈന്തപ്പന മരത്തിൽ അതങ്ങനെ കാഴ്ച വരുന്ന സന്ദർഭത്തിൽ കല്ലെറിഞ്ഞു. തോട്ടമുടമയാണ് പിടിച്ചുകൊണ്ടുവന്നത്. റസൂലുള്ള വളരെ സ്നേഹപൂർവ്വം ആ കുഞ്ഞിനെ ഉപദേശിക്കുന്നു, എന്തിനാണ് മോനെ നീ മരത്തിൽ അങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരത്തിൽ കല്ലെറിഞ്ഞത്? അവൻ പറഞ്ഞു, പഴം പറിക്കാൻ വേണ്ടി, പഴം കിട്ടാൻ വേണ്ടി കല്ലെറിഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞു, അതിന് വേദനിക്കുകയില്ലേ? മരത്തിന് വേദനിക്കുകയില്ലേ? അതുകൊണ്ട് നീ ഒരിക്കലും ഇനി മരത്തിൽ കല്ലെറിയരുത്. അത് പഴുത്ത ഭാഗമാകുമ്പോൾ ആ പഴം നമുക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വികൃതിയായ കുട്ടിയെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ഉപദേശിക്കുന്ന ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പിടി ചിത്രങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് കണ്ടെടുക്കാം. പറഞ്ഞു വന്നത്, പ്രകൃതി സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന ഏതോ ഒരു പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ആളുകൾ കൊണ്ടുവന്ന ഒരാശയമല്ല. തീർച്ചയായും അത് അല്ലാഹുവിന്റെ ന്യായപ്രമാണങ്ങളിലുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചല്ലോ, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ നോക്കി വിശ്വാസിയുടെ പ്രതികരണം പോലും അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പുതിയ മാസം തുറക്കുമ്പോൾ, നിലാവലിച്ചു വരുമ്പോൾ റബ്ബീ വ റബ്ബുക്കല്ലാ എന്ന് പറയുന്നവനാണ് വിശ്വാസി. എന്റെ നാഥനും നിന്റെ നാഥനും അല്ലാഹു തന്നെയാണ്. നമ്മൾ സഹജീവികൾ, സഹപ്രവർത്തകർ. അല്ലാഹു കൽപ്പിച്ചതുപോലെ തനിക്ക് വേണ്ട അളവിൽ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സ്നേഹപൂർണമായ, സൗഹൃദപൂർണമായ ഒരു സമീപനമായിരിക്കണം പ്രകൃതിയോട് വിശ്വാസി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകനെ നിസ്കാരത്തിൽ അനുകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, പ്രവാചകൻ ഒളിവെടുത്തതുപോലെ ഒളിവെടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ കാണിച്ചു തന്നത് അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കൂ. എപ്രകാരമാണോ നോമ്പെടുത്തത്, എപ്രകാരമാണോ ഹജ്ജ് നിർവഹിച്ചത്
നിർവഹിച്ചത്. അതുപോലെ തന്നെ ഖുദൂനി മനാസിക്കക്കും എന്ന് പഠിക്കുന്ന ഈ സമുദായം പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ വൈവിധ്യപൂർണമായ ഇത്തരം മേഖലകളും തിരിച്ചറിയുകയും ഒരു വിശ്വാസിയുടെ പ്രകൃതി സ്നേഹത്തെ, പരിസ്ഥിതി പരിപാലനത്തിന്റെ ഉത്തരവാദിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ, അങ്ങനെ മുമ്പിൽ നടക്കാൻ ഈ സമുദായത്തിന് സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പാരിസ്ഥിതികമായ ദുരന്തത്തിൽ നിന്നോ ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് സാധ്യമാകൂ. ഇത് പ്രവാചകനെ ഇത്തിബാ ചെയ്യൽ തന്നെയാണ്, ഇത് ദീൻകാര്യം തന്നെയാണ്, ഇത് ഇബാദത്ത് തന്നെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകനിലാണ് നിങ്ങളുടെ ഉദാത്തമായ മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.